മോളെ തുളസി, അമ്മയാ മോളെ. കണ്ണു തുറക്കും മോളെ. മോളെ മോളെ അമ്മയുടെ പൊന്നു മോളെ. മോളെ, മോൾക്കെല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് വിളിച്ചപ്പോ അമ്മയൊന്നും പറഞ്ഞില്ല. അച്ഛനും മാമനും ജോലി തീർത്തിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. സിസ്റ്റർ, മോൾക്ക് വെള്ളം കാനും കൊടുക്കാവോ? ഞങ്ങൾ കൊടുത്തോളാം. വാർഡിൽ കൊണ്ട് കിടത്തും വരെ അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. അമ്മ ഇനി പുറത്തു പോയി നിന്നോളൂ. കുറച്ച് സമയം കൂടി ഞാനിവിടെ നിന്നോട്ടെ. അയ്യോ, അത് പറ്റില്ല. തുളസി അമ്മ കണ്ടില്ലേ, ഇനി വാർഡിൽ ചെന്നിട്ട് കാണാം. ഇനി ശല്യപ്പെടുത്തണ്ട, പൊയ്ക്കോളൂ. അഹങ്കാരം മൂത്താൽ ആദിഫലം, ആദി മൂത്താൽ ഭ്രാന്ത് ഫലം, ഭ്രാന്ത് മൂത്താലോ? മൂക്കാൻ കാത്തു നിൽക്കില്ല ഞാൻ. ഇങ്ങനെ ഭ്രാന്ത് വിളിച്ചു പറഞ്ഞാ പൂട്ടിയിടും. വിലങ്ങില്ലെന്നേ ഉള്ളൂ. പൂട്ടിയിട്ട നിലയിലായിട്ട് കാലമെത്രയായി. അല്ല, ഞാനൊരു പഴമൊഴി പറഞ്ഞതിന് നീ എന്തിനാ ഇങ്ങനെ ക്ഷോഭിക്കുന്നത്? മനുഷ്യൻ ഇവിടെ തല പൊകഞ്ഞ് നിൽക്കുമ്പോഴാ നിങ്ങളുടെ ഒരു എന്താണോ പുതിയ പുകച്ചിൽ? മംഗളയെ ജയിക്കാൻ പുതിയ അവതാരങ്ങൾ വല്ലതും പുനർജനിച്ചിട്ടുണ്ടോ? നാത്തൂമാരെ തമ്മിൽ തെറ്റിക്കാനാ ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. പക്ഷെ അവറ്റകൾ തമ്മിലിപ്പോ ഒന്നാവാൻ പോകുന്ന ലക്ഷണോ? കനകദുർഗയ്ക്ക് പ്രിയയോടും മോളോടും ഇതുവരെ ഇല്ലാത്തൊരു ദയാനുകമ്പ. അതങ്ങനെ വരൂ. ഒരു കാലത്ത് കൂടപ്പിറപ്പുകളെ പോലെ ജീവിച്ചവരല്ലേ ദുർഗയും പ്രിയയും. ഇലകളും ശിഖരങ്ങളും കരിഞ്ഞാലും ചില മരങ്ങളുടെ വേരുകൾ മുളപൊട്ടും. കുന്തം! ഈ മംഗള ജീവിച്ചിരിക്കുമ്പോ ദേവമംഗലത്ത് ഒരു പുതിയ ബന്ധവും മുള പൊട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഈ മംഗളയുടെ ബുദ്ധിയിൽ മുള പൊട്ടുന്ന വിത്തായിരിക്കും. ദേവമംഗലത്തിന്റെ നാശത്തിനുള്ള വിത്ത്. മന്ധര നിമിത്തം രാമന് വനവാസം, മംഗള നിമിത്തം എന്തോ എന്തോ. പ്രസാദേട്ട. ആ ദുർഗ, എന്താ ഫോൺ എടുക്കാൻ ഇത്ര താമസം? ഇവിടെയാണെങ്കിൽ റേഞ്ചിന്റെ പ്രശ്നവും ജോലിയുടെ ടെൻഷനും കൊണ്ട് ആകെ വട്ടുപിടിച്ച് നിൽക്കുക.
ഞാൻ കിച്ചണിലായിരുന്നു. ഓടി എത്തണ്ടേ? ആ ആ ബിസിയാണെങ്കിൽ പിന്നെ വിളിച്ചാ മതിയായിരുന്നല്ലോ. ഞാനും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ വിളിക്കാതിരുന്നേ. ആ ഓക്കെ, അവിടെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ആദ്യ വീട്ടിൽ തന്നെ ഇല്ലേ? ഉണ്ട്, മുകളിലുണ്ട്. ഞാൻ പറഞ്ഞേക്കാം. ആ ശരി ശരി, എന്നാ വെക്കട്ടെ. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ടൈം കിട്ടുകയാണെങ്കിൽ വിളിക്കാം. ഓക്കെ, അവിടുത്തെ കാര്യങ്ങൾ നടക്കട്ടെ. ശരി ശരി, ബൈ. തുളസിയുടെ കാര്യം പ്രസാദ് സാർ ഇതുവരെ അറിഞ്ഞില്ലേ ചേച്ചി? ഇല്ല, അറിഞ്ഞെങ്കിൽ ആളിങ്ങ് പറഞ്ഞെത്തില്ലേ. പ്രിയയ്ക്കും ജയനെ വിളിച്ചിട്ട് കിട്ടിക്കാണില്ല. പ്രസാദ് സാറ് പ്രിയയെ വിളിച്ചാലോ? അവളെല്ലാം പറഞ്ഞ ചേച്ചി എന്തിനത് മറച്ചു വെച്ചു എന്ന് പ്രസാദ് സാർ സംശയിക്കില്ലേ? ഏയ്, നീ ചുമ്മാ മനുഷ്യനെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ. ചിലപ്പോ ജയം വിളിച്ചിട്ട് പ്രിയ പറയാതിരുന്നാണെങ്കിലേ ഞാൻ വെറുതെ എന്തിനാ എന്റെ ഭർത്താവിനെ എല്ലാം അറിയിച്ച് വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത്. ആ പിന്നെ സുലു, നമുക്ക് കുറച്ചു കഴിഞ്ഞ് ഒരിടം വരെ പോണം. ആ എവിടെയാ ചേച്ചി? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. ആ ഞാൻ കാരണം അമ്മ ഒരുപാട് തീരുന്നല്ലേ? അതൊന്നും സാരമില്ല. ദൈവം ആ തീ അണച്ചു തന്നല്ലോ, അത് മതി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചതേയല്ല. ദുരന്തങ്ങളും ദുരിതങ്ങളും എപ്പോഴും അങ്ങനെയാ. ക്ഷണിക്കാതെയും പ്രതീക്ഷിക്കാതെയും വന്നുകളെ. ചിലപ്പോ ചിലരെ തട്ടിയെടുത്തോണ്ട് പോവും. ചിലപ്പോ പാതി ശരീരവും പാതി ജീവനും അവശേഷിപ്പിച്ച് കടന്നുകളയും. എന്റെ മോളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ആശ്വസിക്കുക. ഇപ്പൊ അമ്മ സൂപ്പറാ, പിടിച്ചു നിന്നല്ലോ. അതും അച്ഛൻ പോലും അടുത്തില്ലാതെ. ഞാൻ തളർന്നു പോയാ എന്റെ മോളെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള തോന്നൽ, അത് മാത്രം എന്നെ നയിച്ചത്. ഞാൻ കിടന്നു പോയപ്പോഴൊക്കെ എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന എന്റെ മോളെ തിരിച്ചു പിടിക്കാൻ ദൈവം എനിക്ക് ശക്തി തന്നല്ലേ പറ്റൂ. ഓപ്പറേഷൻ ഒരുപാട് ചെലവ് വന്നിട്ടുണ്ടാവില്ലേ? അത്രയും പണമൊക്കെ അമ്മ എവിടുന്ന് സംഘടിപ്പിച്ചു? ആരാ അമ്മയെ സഹായിച്ചത്? അത് പിന്നെ ആരുടെയൊക്കെയോ മുമ്പേ കൈനീട്ടി ആരൊക്കെയോ സഹായിച്ചു. ഒന്നിനൊരു വ്യക്തതയില്ല. എല്ലായിനെ ഒന്നേന്ന് ഓർത്തെടുക്കണം. എല്ലാവരോടും പോയി നന്ദി പറയണം. അത് മാത്രം പോരാ, വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ വേണം. അച്ഛൻ വന്നാ ഞാൻ പറഞ്ഞോളാം. വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ചോളാം. എന്റെ മോള് വേറൊന്നും ആലോചിക്കാതെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുത്താൽ മാത്രം മതി. കുടിക്കും മോളെ. ഇപ്പൊ ഇത്ര മതി. ശരി.
മോനെ, അല്ല മോൻ ഈ ലോകത്തൊന്നും അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ആ അതൊന്നും അല്ല. മോന്റെ മനസ്സ് ഇവിടുന്ന് വേറെ എവിടേക്കോ പോയി. സത്യല്ലയോ? അപ്പച്ചിക്ക് എന്താ വേണ്ടേ? അമ്മ ഇവിടെ ഇല്ല. ആ അമ്മ ഇവിടെ ഇല്ലയോ? എങ്ങോട്ട് പോയി? ഞാൻ ഇന്ന് വരുമെന്ന് പറഞ്ഞതാണല്ലോ. അമ്മയും സുലാന്റിയും കൂടി കുറച്ചു മുമ്പ് ഇറങ്ങിയത്. എങ്ങോട്ടാന്നൊന്നും പറഞ്ഞില്ല. അവിടെ നിക്ക, അവിടെ നിക്ക. ഇനി തുളസിയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയതായിരിക്കോ? അങ്ങനൊരു മനസ്സൊന്നും നിന്റെ അമ്മയ്ക്കുണ്ടാവാൻ പോകുന്നില്ല. നിനക്കെങ്കിലും തുളസി ഒന്ന് പോയി കാണായിരുന്നു. ഒന്നുമില്ലെങ്കിലും കുട്ടിക്കാലം മുതലേ നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ? എനിക്കൊന്ന് പോയി കാണണമെന്നൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച. അതെ, ഇതൊക്കെ അമ്മ അറിയുന്ന എന്തിനാ? നീ ഇപ്പൊ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, പ്രായം തികഞ്ഞൊരു ചെറുപ്പക്കാരനല്ലേ. ഇനി നിനക്ക് നിന്റേതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ ആവാം. ആ തുളസി ഇത്രയും സീരിയസ് ആയി കിടന്നിട്ട് നീ ഒന്ന് ചെന്ന് കണ്ടില്ലെങ്കിൽ നിന്റെ അവളുടെയും കൂട്ടുകാരെന്ത് വിചാരിക്കും? അവരൊക്കെ തുളസിയുടെ കാര്യം പറഞ്ഞ് വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഞാൻ ആകെ കൺഫ്യൂഷനില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഇതുവരെ ജീവിച്ചില്ലേ? ഇനി കുറച്ചൊക്കെ നിന്റെ ഇഷ്ടം അമ്മയെ നോക്കണ്ടേ? നീ ആദ്യം തുളസിയെ പോയി കാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിന്റെ അമ്മ പറയട്ടെ. അപ്പൊ അതാണ് ന്യായമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പിന്നെ തുളസിയെ കാണാൻ പോകണ്ട. ഒരിക്കലെങ്കിലും നീ അവളെ പോയി കണ്ടില്ലെങ്കിൽ അത് മോശം. മോനെ അറിയുന്നവര് മുഴുവൻ മോനെ കുറ്റപ്പെടുത്തും. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. ആ മോനെ ആദി, മോനെ നീ പോകും മോനെ. തുളസിയുടെ അടുത്തേക്ക് നിന്നെ ഈ അപ്പച്ചി പറഞ്ഞയച്ചിരിക്കും. എല്ലാ വിവരങ്ങളും ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ദുർഗ ഇപ്പൊ സ്റ്റാർ ആയില്ലേ. സ്നേഹവും ബന്ധമൊക്കെ അവിടെ നിൽക്കട്ടെ. ഭാവിയുടെ വാഗ്ദാനമായൊരു കുട്ടിയുടെ ജീവന ദുർഗ രക്ഷിച്ചത്. കണ്ണിച്ചോരയില്ലാത്ത ഹോസ്പിറ്റലിനെ കുറിച്ചും കരുണാമയിയായ ദുർഗയെക്കുറിച്ചും ഞാനേ എന്റെ ഫേസ്ബുക്കിൽ എഴുതാൻ പോവാ. അയ്യോ വേണ്ട സർ, അത് അപകടമാ. അപകടോ? എന്തപകടം? സാമൂഹ്യ പ്രസക്തിയുള്ള മാറ്റർ അല്ലേ, നാലാൾ അറിയട്ടെ എന്ന്. അതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല സർ, ഞാനിതൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാ എന്റെ തത്വം. സത്യം പറഞ്ഞ പ്രിയയ്ക്ക് ഞാൻ പണം കൊടുത്ത കാര്യം എന്റെ ഭർത്താവിനോട് പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സഹായിച്ച കാര്യം ആരോടും പറയണ്ടെന്ന്. സാറും ഇക്കാര്യം മനസ്സിൽ വെച്ചാ മതി. ദുർഗ, 10 ലക്ഷം രൂപയൊക്കെ അക്കൗണ്ടിൽ നിന്ന് കാണാതാവുമ്പോ പ്രസാദ് ചോദിക്കില്ലേ? അയ്യോ സാറേ, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ദുർഗേച്ചിയല്ലേ. അതിലൊന്നും പ്രസാദ് സാർ കൈകടത്താറേ ഇല്ല. പിന്നെ ചേച്ചിക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഷെയറിൽ നിന്നാ ചേച്ചി ഇതുപോലുള്ള ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്നത്. അത് എത്ര ഉണ്ടായിരുന്നെന്നോ എത്ര എടുത്തെന്നോ ഒന്നും പ്രസാദ് സാർ ഒരിക്കലും അന്വേഷിക്കാൻ പോകുന്നില്ല. കറക്റ്റ്. പ്രസാദ് ഒരു ജെന്റിൽമാനാ. അയാൾ ഒരു നല്ല കാര്യത്തിനും തടസ്സം നിൽക്കില്ല. എനിക്കത് പണ്ടേ അറിയാം. പക്ഷെ ദുർഗയെ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് ഇപ്പോഴാ. യു ആർ ഗ്രേറ്റ് ദുർഗ. ഐ അപ്രീഷിയേറ്റ് യു. താങ്ക് യു സർ. അപ്പൊ ദുർഗയുടെ ആഗ്രഹം പോലെ എല്ലാം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. ശരി സർ. ഓക്കെ. ഓക്കെ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ സുലു, നമ്മൾ എന്തിനാ വന്നതെന്ന്? മനസ്സിലായേ. ഇനി എനിക്ക് ഒരിടത്തു കൂടെ പോവാനുണ്ട്. അതെവിടെ ചേച്ചി? ഹോസ്പിറ്റലില് തുളസിയുടെ സുഖവിവരം അന്വേഷിക്കാൻ. അത് വേണോ ചേച്ചി? ആ മൂദേവി രക്ഷപ്പെട്ടില്ലേ, പിന്നെന്താ?
എന്നാലും ഞാൻ അവളെ സന്ദർശിക്കണം സുലു. എന്നാലേ ഇപ്പൊ കുരുവിള സാർ എന്നെ അഭിനന്ദിച്ചതുപോലെ പ്രസാദേട്ടനും ജയശീലനും അഭിനന്ദിക്കും. ചേച്ചിയുടെ കണക്ക് കൂട്ടലുകളൊക്കെ കൊള്ളാം. പക്ഷെ അതിനപ്പുറവും എന്തോ ഒരു അടുപ്പം പ്രിയോടും മോളോടും ചേച്ചിക്ക് തോന്നി തുടങ്ങിയിട്ടില്ലേ എന്നൊരു സംശയം. വാ നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. എനിക്ക് ആ തള്ളെ മോളെയും കണ്ട ഒപ്പ ചൊറിയും. എന്നാ ശരി, നീ വരണ്ട. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നീ അവിടെ ചെന്ന് വല്ലതും പറഞ്ഞാ അത് ശരിയാവില്ല. നീ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയിക്കോ, ഞാൻ വന്നേക്കാം. അല്ല ദുർഗേച്ചി, ഓട്ടോ വിളിക്കാനോ? എന്റെ കയ്യിൽ പൈസയില്ല. ആഹാ, അപ്പൊ ആദിമോൻ തുളസിയെ കാണാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ, അപ്പച്ചി തന്ന ധൈര്യത്തിലാ ഞാൻ പോകുന്നേ. തൽക്കാലം അമ്മ ഇതറിയണ്ട. ഞാൻ പറഞ്ഞിട്ടറിയില്ല. മോൻ പൊയ്ക്കോ. നിക്ക. അവളെ കാണാൻ പോകുമ്പോ വെറും കൈയോട് പോവരുത്. തുളസിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണം. അവൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാ അതും അപ്പച്ചി തന്നെ പറഞ്ഞു തരണോ? ചെറുപ്പത്തിൽ എല്ലാ ഇഷ്ടങ്ങളും പങ്കുവെച്ച് നടന്ന കളിക്കൂട്ടുകാരല്ലേ നിങ്ങള്? തുളസിയുടെ ഇഷ്ടം എന്താണെന്ന് ഓർമ്മ വന്നു. ഇനി മോൻ പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ. ദേഹം ആ സകലം ചതവും മുറിവും നീർക്കെട്ടുവാ. ഇതൊക്കെ എപ്പോഴാ ഒന്ന് നേരെയാവും എന്റെ ഈശ്വര? ഏറ്റവും വലിയ പരിക്ക് നേരായില്ലമ്മ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കൊരു മുറിവ് വെച്ച് കിട്ടിയതുപോലെ തോന്നുള്ളൂ. സത്യമേ, ഇനി ഹോസ്പിറ്റലുകാർ കാശടിച്ചു മാറ്റാൻ വേണ്ടി ബ്ലഡ് കോട്ടിംഗ് എന്നൊക്കെ ചുമ്മാ വെച്ച് അടിച്ചതായിരിക്കോ? ഒന്ന് പോടി, ദൈവദോഷം പറയാതെ. കാശിന് വലിയ ബലം പിടുത്തൊക്കെ ആയിരുന്നെങ്കിലും നിന്റെ ചികിത്സയുടെ കാര്യത്തിൽ എല്ലാവരും വലിയ ആത്മാർത്ഥത കാണിച്ചു. അമ്മ പിന്നെ എല്ലാവരെയും കണ്ണുടച്ചങ്ങ് വിശ്വസിച്ചോളൂ. എന്തായാലും നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു പോണം. എന്തിനാ? നാളെ തന്നെ ക്രിക്കറ്റ് ബാറ്റുമായിട്ട് ഇറങ്ങാനാണോ? പറ്റിയേ ഇറങ്ങും. ഞാൻ നിന്നെ വിട്ടില്ലെങ്കിലോ? ഡോക്ടറും നഴ്സൊക്കെ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. പിന്നാരാ? രോഗിയെ സന്ദർശിക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. ഇനി അവരുടെ സഹതാപവും കുറ്റം പറച്ചിലും ഒക്കെ മിണ്ടാതെ കിടന്ന് കേൾക്കണമല്ലോ. എന്ന് വെച്ച് വേണ്ടപ്പെട്ടവരാരെങ്കിലും വന്ന് നോക്കുമ്പോ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഈശ്വര, പോറടിപ്പിച്ചു കൊല്ലുന്ന ആരും ആയിരിക്കില്ലേ? മനസ്സിന് ഇഷ്ടം തോന്നുന്ന ആരെങ്കിലും ആയിരിക്കണേ. ആന്റി, തുളസി. ആരമ്മ? മോൻ വാ.
നിന്റെ അവസാനത്തെ പോക്കാം. വിളക്കിന് മുമ്പിൽ അഹങ്കരിക്കുന്ന ഈയാൻ പാറ്റിയ പോലെ നീയും കരിഞ്ഞു വീഴാൻ സമയമായിടി.